നമസ്കാരമുണ്ട്. ഇന്ന് നമുക്ക് അടുക്കളയിൽ കയറിയാലോ. ഇന്ന് നമുക്ക് ഒരു ബീഫ് കറി ഉണ്ടാക്കാം. ഇന്നത്തെ ചെറുപ്പക്കാരുടെയൊക്കെ വിശിഷ്ടമായ ഭോജ്യവസ്തുവാണ് ബീഫ് ഫ്രൈ, ബീഫ് കറി എന്നൊക്കെ പറഞ്ഞാൽ. പക്ഷേ ഞാൻ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. ബീഫ് കറി കഴിക്കുന്നതിനോട് ഞാൻ അതിനെ 100% പ്രോത്സാഹിപ്പിക്കുന്നില്ല. കാരണം രണ്ടാണ്. അതിന് ഒന്നാമത്തെ കാരണം, നമ്മളൊക്കെ മനുഷ്യരാണ്. മാനുഷികമായ വികാരങ്ങളാണ് ഈ കരുണ, സ്നേഹം, ആർദ്രത, സഹജീവിയോടുള്ളൊരു കരുതൽ. ഇതൊക്കെ മാനുഷികമായൊരു കാര്യമാണ്. ഇതിന് നിരക്കുന്ന ഒരു പ്രക്രിയയല്ല ആനിമൽ ക്രൂവൽറ്റി എന്ന് പറയുന്നത്. ആ ഒരു മൃഗത്തെ ഈ കൈകാലൊക്കെ കെട്ടി അതിനൊന്ന് പിടയ്ക്കാൻ പോലും, അതിൻ്റെ കഴുത്ത് മുറിക്കുന്ന സമയത്ത് അതിനൊന്ന് പിടയ്ക്കാൻ പോലും അനുവദിക്കാതെ അതിനെ ഇറച്ചി ആക്കി എടുക്കുന്നൊരു പ്രക്രിയയുണ്ട്. അത് ക്രൂരവും പൈശാചികവും നിന്ദ്യവും തന്നെയാണ് ആ ഒരു ദൃഷ്ടിയിലൂടെ നോക്കുമ്പോൾ. അപ്പോൾ പിന്നെ നമ്മൾ തന്നെ ആലോചിച്ച് നോക്കുക, ഒരു ആടിനെ നമ്മൾ കുഞ്ഞു പ്രായത്തിൽ ഒരു ആടിനെ വളർത്തുന്നു. ഈ ആട് തൻ്റെ യജമാൻ ഭക്ഷണം കൊടുത്തും പിണ്ണാക്ക് കൊടുത്തും വളരെ സൗഹാർദ്ദപരമായിട്ട് കെട്ടിപ്പിടിച്ചും താലോലിച്ചും ഒക്കെ കൊണ്ടുനടക്കുന്നു. അപ്പോൾ ആട് യജമാനൻ്റെ ഭാഗമായിട്ടാണ് ആട് കാണുന്നത്. അപ്പോൾ ആ ആട് ഇങ്ങനെ ചുറ്റിപ്പറ്റിയ യജമാനോട് കളിച്ചും ചിരിച്ചും ഒക്കെ കുഞ്ചിച്ചൊക്കെ നടക്കും. അങ്ങനെ ആട് മുതിർന്നപ്പോൾ ആടിനെ ഒരു ദിവസം വിളിച്ചിട്ട്, അപ്പോൾ അത് ഇല കാണിച്ചോ മറ്റോ വിളിച്ച് അതിനെ കൊണ്ടുവരുമ്പോൾ അതിനങ്ങോട്ട് കഴുത്ത് മുറിച്ച് കൊല്ലുന്ന ഒരു ദയനീയമായൊരു അവസ്ഥയുണ്ട്. അത് നമുക്ക് നമ്മുടെ ചിന്തയ്ക്കൊക്കെ അപ്പുറമാണ്. നമ്മുടെ ഒരു മാനുഷികമായ മനുഷ്യൻ എന്നുള്ളൊരു ജീവി എന്ന നിലയിൽ നമുക്കൊന്നും ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഈ ഇറച്ചി കഴിക്കുന്നതിന് 100% നമുക്ക് അങ്ങോട്ട് പ്രോത്സാഹിപ്പിക്കുന്നില്ല ഞാൻ. പക്ഷേ ഇതിൻ്റെ രണ്ടാമത്തെ കാര്യമുണ്ട്. രണ്ടാമത്തെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് റെഡ് മീറ്റ് ഇനത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. റെഡ് മീറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു മയോഗ്ലോബിനൊക്കെ ആണ് ഇതിൻ്റെ ഒരു റെഡ് മീറ്റ് സ്വഭാവം കൊടുക്കുന്നത്. ഓക്സിജനെ ബോണ്ട് ചെയ്യുന്നൊരു സംഭവമാണത്, കെമിക്കൽ പ്രോസസ്സാണത്. അപ്പോൾ ഇതിന് ഐക്യരാഷ്ട്രസഭ WHO, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, ഈ പ്രോസസ്ഡ് മീറ്റിനൊക്കെ കാർസിനോജനിക്കായിട്ടുള്ളൊരു ഭക്ഷ്യവസ്തുവിൻ്റെ കൂട്ടത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ കാർസിനോജനിക് എന്ന് പറഞ്ഞാൽ ക്യാൻസറിന് സാധ്യതയുള്ള അതായത് കോളൻ ക്യാൻസറാണ് അവരുദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് സാധ്യതയുള്ള വിഭാഗത്തിലാണ് ഈ പ്രോസസ്സർ മാംസം എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരുപാട് കെമിക്കൽ അതിനകത്ത് ചേർത്തിട്ടൊക്കെയാണ് പ്രോസസ്സ് ചെയ്യുന്നത്. അപ്പോൾ മാക്സിമം സോൾട്ടൊക്കെ ചേർത്ത്, അപ്പോൾ അതൊക്കെ ശരീരത്തിന് അങ്ങേറ്റം പിടിച്ചായിട്ട്. പിന്നെ സ്ഥിരമായിട്ട് ഇറച്ചി കഴിക്കുന്ന ആളുകൾക്ക് ഇപ്രകാരം പല വിധത്തിലുള്ള ഈ കുടൽ സംബന്ധമായ ക്യാൻസറുകൾ ഒക്കെ കാണിക്കുന്നുണ്ടോ എന്നുള്ള പല പഠനങ്ങളൊക്കെ റിപ്പോർട്ടുകൾ പ്രകാരം അവരൊരു സുരക്ഷിതമായ ഒരു ക്വാണ്ടിറ്റി നിശ്ചയിച്ചിരിക്കുന്നത് ഏതാണ്ട് ഒരു 90 ഗ്രാം. ലാൻസെറ്റ് മാഗസിൻ്റെ ഒക്കെ ഞാൻ വായിച്ച പ്രകാരം പറഞ്ഞ ഒരു 90 ഗ്രാം മുതൽ ഒരു 200 ഗ്രാം വരെയാണ് ഒരാഴ്ച ഈ ഇറച്ചി കഴിക്കാൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അത്രമാത്രം ശരീരത്തിന് ദോഷകരമൊക്കെ തന്നെയാണ്. മനുഷ്യൻ ഇറച്ചി കഴിച്ച് അതിജീവിച്ചു പോയി എന്നുള്ളതേ ഉള്ളൂ. കാരണം മനുഷ്യൻ ഉളിപ്പല്ലുകളൊന്നുമില്ല ഇറച്ചിയൊക്കെ. അപ്പോൾ പരിണാമപരമായി തന്നെ മനുഷ്യന് മാംസം കഴിച്ച് അങ്ങനെ പോയി എന്നുള്ളൂ. പക്ഷേ മാംസം കഴിക്കാൻ പര്യാപ്തമായ വിധത്തിലുള്ളതല്ല മനുഷ്യൻ്റെ ശരീരം. പക്ഷെ എന്തായാലും ഇതിന് ഒരുപാട് എതിർവാദങ്ങളും അനുകൂലവാദങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എന്തായാലും ഈ ഹെയർ അയൺ എന്നൊക്കെ പറഞ്ഞ സാധനമൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ക്യാൻസർ ജന്യമായ കാര്യങ്ങളാണ് ഇറച്ചിയിൽ. അപ്പോൾ ഇതേപോലുള്ള ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം മുൻനിർത്തിയാണ് ഈ ഇറച്ചിയുടെ ഉപയോഗം ഒന്ന് ലഘൂകരിക്കുന്നത്
നല്ലതാണ്, ഞാൻ അധികം പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞത്. ഇനി മറ്റൊരു പ്രധാന ഒരു അപകടം എന്തെന്ന് പറഞ്ഞാൽ ബീഫ് ഫ്രൈ, അത് കഴിവതും ക്വാണ്ടിറ്റി വളരെ കുറയ്ക്കുക എന്നുള്ളതാണ്. കാരണം അത് നല്ലോണം നമ്മളിങ്ങനെ മൊരിച്ച് നല്ല ടേസ്റ്റ് കൂട്ടാൻ വേണ്ടി മൊരിച്ചെടുക്കുമ്പോൾ അതിനകത്ത് ഈ ഹൈഡ്രോ കാർബൺ എന്ന് പറഞ്ഞൊരു കെമിക്കൽ കണ്ടന്റ് അതിനകത്ത് ചേരും. ഇത് കോളൻ ക്യാൻസർ ഉണ്ടാക്കുന്നതാണ്. അത് കറുത്ത് വരുമ്പോൾ അത് ഹൈഡ്രോ കാർബൺ എന്ന് പറഞ്ഞ സാധനമാണ്. അത് നമുക്ക് ഏറ്റവും അപകടകരമായ സാധനം. ഒരു പരമാവധി ഇതിൻ്റെ ക്വാണ്ടിറ്റി ഒന്ന് കുറയ്ക്കുക. പക്ഷേ ഇറച്ചി നമുക്ക് ഉപയോഗിക്കാതിരിക്കാൻ പറ്റില്ല. ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന ഒരുപാട് ന്യൂട്രീഷൻ വാല്യൂ ഉണ്ട്. അതുകൊണ്ട് അത് നമുക്ക് കിട്ടണമെങ്കിൽ നമുക്ക് ഇറച്ചി കഴിച്ചേ പറ്റൂ. അത് നമ്മുടെ കാരണവന്മാരായിട്ട് നാവിൽ അതിൻ്റെ ടേസ്റ്റ് പരിശീലിപ്പിച്ചതാണ്. അതുകൊണ്ട് നമുക്കതിൽ നിന്നും അന്യം നിന്ന് പോകാനൊന്നും പറ്റില്ല. പലർക്കത് ഒഴിവാക്കാൻ പറ്റാത്ത ജീവിതത്തിൻ്റെ ഭാഗമാണ്, അത് ഒഴിവാക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന്ന് ഇത് ഈ കൊളസ്ട്രോൾ ഉള്ള ആൾക്കാരും പിന്നെ ഈ ഷുഗർ ഉള്ള ആൾക്കാരൊന്നും BP ഒക്കെ ഉള്ള ആൾക്കാരൊന്നും ഇറച്ചി കഴിക്കാതിരിക്കണം നല്ലത്. ഏറ്റവും വളരെ 1-2 പീസ് എടുത്ത് കഴിച്ച് കൊതിക്ക് കഴിക്കുക അത്ര. ഈ ഇറച്ചിയിൽ ഒരു 100 ഗ്രാം ഇറച്ചിയിൽ 250 കലോറി എനർജി അതിനകത്തുണ്ട്. പിന്നെ ഒരു പ്രോട്ടീൻ 25 ഗ്രാം പ്രോട്ടീൻ അതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. പിന്നെ ഫാറ്റ് അതൊരു 15 ഗ്രാം ഫാറ്റ് അതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് ഈ കൊളസ്ട്രോൾ ഉള്ള ആളുകൾ ഇത് ഇറച്ചി അധികം കഴിക്കാതിരിക്കണം നല്ലത്. പിന്നെ ഇതിൻ്റെ കാൽസ്യം ഏതാണ്ട് 15 മില്ലി കാൽസ്യം 18 മില്ലി കാൽസ്യം ഇതിനകത്തുണ്ട്. പിന്നെ കൊളസ്ട്രോള് 88 മില്ലി ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഇനി ഇതിൻ്റെ ഒരു പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് വിറ്റാമിൻ B12. നമ്മുടെ ബ്രെയിൻ കോശങ്ങളുടെയൊക്കെ നിലനിൽപ്പിന് വേണ്ടി, നല്ല വളർച്ചയ്ക്ക് വേണ്ടി സാർവത്രികമായിട്ട് ഉപയോഗിക്കുന്ന ഒന്നാണ്, വരുന്ന സാധനമാണ് ഈ വിറ്റാമിൻ B12 എന്ന് പറയുന്നത്. അത് ബ്രെയിനിൻ്റെ പ്രോപ്പർ ഫങ്ഷനിങ്ങിന് ഇത് വിറ്റാമിൻ B12 ആവശ്യമാണ്. ഇതും ഇറച്ചി വിഭവത്തിൽ നിന്ന് കിട്ടണം. അതുകൊണ്ടാണ് നമുക്ക് ഇറച്ചി കഴിക്കണം. അതിൻ്റെ ന്യൂട്രീഷണൽ വാല്യൂ വളരെ ഉയർന്നതാണ്. അതുകൊണ്ട് ചെറുപ്പക്കാർ പിള്ളേരൊക്കെ ഇത് കഴിച്ചാൽ നല്ലതാണ്, അത് നല്ലതാണ് എന്ന് പറയുന്നത്. പക്ഷെ അതിനൊരു മിനിമം ക്വാണ്ടിറ്റി ഉണ്ട്. ആ ക്വാണ്ടിറ്റിയിൽ നിർത്താൻ നമ്മൾ ശ്രമിക്കണം. അപ്പോൾ നമ്മൾ ബീഫ് കറി തന്നെ ഉണ്ടാക്കാം. ബീഫ് ഫ്രൈ നമുക്ക് പരമാവധി ഒഴിവാക്കാം. അപ്പോൾ നമ്മൾ ഈ ബീഫ് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു 1/2 കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത്. നമുക്കറിയാം ബീഫ് കറി ഉണ്ടാക്കാൻ വേണ്ടി നമ്മളൊരു 1/2 കിലോ ബീഫ് ആണ് എടുത്തിരിക്കുന്നത്. 1/2 കിലോ ബീഫ്. ഇതിനോടൊപ്പം തന്നെ നമ്മളൊരു 5-6 ചെറിയ ഉള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു സവാള എടുത്തിട്ടുണ്ട്. ഒരു 5-6 ചെറുള്ളി, ഒരു ചെറിയ ഉള്ളി ഒരു 5-6 6-7 അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത്രയുണ്ട്. പിന്നെ ഇതിനകത്ത് ഒരു സവാള എടുത്തിട്ടുണ്ട്. അത് കുരുകുരാന്ന് അരിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് നമ്മൾ ഈ ഉരുളൻകിഴങ്ങ് 1 ഞാൻ ഇടുന്നുണ്ട്. സാധാരണ പുറത്തുനിന്ന് വാങ്ങുന്ന കറികളൊന്നും ഒരു ഉരുളൻകിഴങ്ങ് ഇടാറില്ല. ഇതിൻ്റെ ഒരു വെജിറ്റബിൾ ആയിട്ട് ഇത് മിക്സ് ചെയ്ത് ഇറച്ചി കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്നുള്ളത് കൊണ്ട് ഷുഗർ സ്പൈക്കൊക്കെ ഒരല്പം കുറയ്ക്കാൻ വേണ്ടി നമ്മളൊരു പച്ചക്കറിയുടെ രൂപത്തിൽ കുറച്ച് ഇതിൻ്റെ അമിതമായിട്ട് എന്തെങ്കിലും കൊഴുപ്പ് എന്തെങ്കിലും അത് അബ്സോർബ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ഉരുളൻകിഴങ്ങ് ഇടുന്നത്. പിന്നെ നമ്മൾ കുറച്ച് ഈ കറുകപ്പട്ട, ഗ്രാമ്പു ഒരു പൊടിക്ക് എടുത്ത് അത് നമ്മൾ വേറെ മസാലപ്പൊടി ചേർക്കും. അത് കൂടാതെ ഒരു ടേസ്റ്റ് വർധനവിന് വേണ്ടി നമ്മളിതൊക്കെ ഒന്ന് ചതച്ച് ഒരു ചെറിയൊരു കറുവപ്പട്ട ചെറുത്, പിന്നെ ഈ ഗ്രാമ്പു, മറ്റേ സ്റ്റാർ പോലത്തെ സാധനം, ഇത് പിന്നെ ഏലക്ക, ഇത്രയും സാധനങ്ങൾ ഓരോന്ന് ഒരു 2 ഏലക്ക, ചെറിയ കറുവപ്പട്ട, ഒരു പൊടിക്ക് വേണ്ടിയിട്ട് ഒരു സ്പൂൺ ഇല്ല, അത് ഒരു 1/2 സ്പൂൺ 3/4 സ്പൂണും മൊത്തം പൊടിച്ച് നമ്മൾ എടുക്കുക. പിന്നെ ഇതിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്നത്
ഈ തേങ്ങ കൊത്ത് അരിഞ്ഞിട്ടുണ്ട്. തേങ്ങ കൊത്തുണ്ട് ചെറുതായിട്ട്, തേങ്ങ എടുത്തിട്ട് ചെറുതായിട്ട് അരിഞ്ഞ് നുറുക്കി ചെറിയ കഷ്ണമാക്കിയിട്ടുണ്ട്. പിന്നെ ഒരു തക്കാളി, പിന്നെ ഒരു അല്പം ഇഞ്ചി, ഒരു അത്യാവശ്യം ഇഞ്ചി, പിന്നെ പച്ചമുളക്, ഒരു 4-5 പച്ചമുളക്, പിന്നെ വെളുത്തുള്ളി, ഒരു വെളുത്തുള്ളി മൊത്തം എടുക്കുക. ഒരു വലിയൊരു അല്ലില്ലേ, അത് മൊത്തം എടുത്തിട്ട് എടുത്തേക്കുക. ഇത്രയും വെളുത്തുള്ളി. ഈ വെളുത്തുള്ളിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൽ അല്ലിസിൻ എന്ന് പറഞ്ഞ ഒരു ആൽക്കലോയിഡ് അടങ്ങിയിട്ടുണ്ട്. അത് നമ്മുടെ പല ഉദര ക്യാൻസറുകളൊക്കെ വരണമെങ്കിൽ അതിൻ്റെ ക്യാൻസർ കോശങ്ങളെ അത് വളർച്ചയെ ചെറുക്കുന്നതാണ്. അതുപോലെ തന്നെ ഇഞ്ചിയുടെ ജിഞ്ചോറിയസ് എന്ന് പറഞ്ഞ ഒരു ആൽക്കലോയിഡ്, അതും ക്യാൻസർ കോശങ്ങളെ വളർച്ചയെ തടയുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ മഞ്ഞളിലൊക്കെ ഇടും, നല്ലോണം മഞ്ഞളിടുമ്പോൾ അത് കുർക്കുമിൻ എന്ന് പറഞ്ഞ കെമിക്കൽ കണ്ടന്റ് ഉണ്ട്, ഒരു ആൽക്കലോയിഡാണ്. അതും ഇതേപോലെ തന്നെ നമ്മുടെ ക്യാൻസർ കോശങ്ങളെ, അതായത് ഇറച്ചിയാണ് ക്യാൻസറിൻ്റെ വളർച്ച, എന്തെങ്കിലും ക്യാൻസർ സംബന്ധമായ ഉദരത്തിലോ ആ ഭാഗത്ത് എവിടെയെങ്കിലും ഒക്കെ ക്യാൻസർ സംബന്ധമായി ഇതുണ്ടെങ്കിൽ ഇത്രയും ഇതിൻ്റെ അടങ്ങിയിരിക്കുന്ന കെമിക്കൽ കോമ്പൗണ്ടുകൾ അതിനെ വളർച്ച തടയും. അപ്പം അങ്ങനെ അത് ശാസ്ത്രീയമായിട്ട് തെളിയിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ഇതൊക്കെ ടേസ്റ്റിന് കൂടാതെ ഔഷധപരമായിട്ടും കൂടിയിട്ടാണ് ഇതെല്ലാം ഇടുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇത്രയുമാണ് നമ്മൾ ഇതിനകത്ത് പ്രധാനമായിട്ട്. പിന്നെ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടിയൊക്കെ അതൊരു വേറെ ഭാഗം. ഇത്രയുമാണ് നമ്മൾ ഇറച്ചിക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മൾ ഇറച്ചി എടുക്കുന്നു. ഇറച്ചി എടുത്ത് നമ്മളൊരു കുക്കറിലാക്കി ഇടുകയാണ്. കുക്കറിലാക്കി ഇറച്ചി കുക്കറിനകത്തേക്ക് ഇടുന്നു. കുക്കറിലാക്കി ഇടുന്നു. ഇതിൽ നമ്മൾ ഇറച്ചി ഇങ്ങനെ വെച്ചു. അതിനകത്ത് ആദ്യമേ തന്നെ നമ്മൾ കുറച്ച് മല്ലിപ്പൊടി ഇടുകയാണ്. മല്ലിപ്പൊടി ഒരു സ്പൂണ് മല്ലിപ്പൊടി ഇടുകയാണ്. 1.25 സ്പൂണ് മല്ലിപ്പൊടി ഇടുന്നു. പിന്നെ നമ്മൾ കുറച്ച് ഇറച്ചി പിന്നെ ഗരം മസാല ഇടുകയാണ്. ഇറച്ചിയിൽ ഒരു സ്പൂണ്, 1.25 സ്പൂണ്, 1/2 കിലോ ഇറച്ചി എടുത്തിട്ടുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ചിട്ട് ഒരു 3/4 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇടുന്നു. പിന്നെ നമ്മൾ കുറച്ച് മുളക് പൊടി ഇടണം. നമ്മൾ കുറച്ചാൽ മതി. ഒരു 3/4 സ്പൂണ് മുളക് പൊടി ഇടുന്നു. പിന്നെ കാശ്മീരി ചില്ലി ഇല്ലേ, അത് ഇടുകയാണ്. അത് കുറച്ച് കളറൊക്കെ ഇടും. ഒരു സ്പൂൺ കാശ്മീരി ചില്ലി, 1.25 സ്പൂണ് കാശ്മീരി, 1/2 കിലോ ഇറച്ചിക്ക് അത്രയും ഇട്ടാൽ മതി. അത് കഴിഞ്ഞിട്ട് പാകത്തിന് ഉപ്പ് ചേർക്കുന്നു. ഇനി ഇതിനകത്ത് കുറച്ച് ഉലുവ, ഒരു നുള്ളു ഉലുവയാണ് ഇട്ടേക്ക്. ഒരു ചെറിയതായിട്ടൊരു 2 നുള്ളുകൾ ഇട്ടേക്കുക. ഉലുവ ഇട്ടിട്ട് ഇതിനകത്ത് കുറച്ച് വെള്ളം, ശരിക്കും ഇത് അടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. ഉപ്പിട്ടു. എന്നിട്ട് ഇതിനെ ഒന്ന് കുഴയ്ക്കുക. ഇതൊന്ന് അടച്ച് വയ്ക്കുക. സ്റ്റൗ കത്തിക്കുക. ഈ ഇറച്ചിയുടെ മൂപ്പ് പോലെ പിന്നെ ഇത് ഇറച്ചിയുടെ മൂപ്പ് പോലെ ഒരു 5-6 വിസിലാണ്ട് വരട്ടെ, 6 വിസിലാണ്ട് വരട്ടെ. അപ്പോൾ നമുക്ക് കുക്കർ ഏകദേശം ഒരു 6 വിസിലിന് ശേഷം കുക്കർ ഏകദേശം ഇതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുക്കർ ഒരു 6 വിസിലടിച്ച് കുക്കർ ഇത് എങ്ങനെ ആക്കിയിട്ടുണ്ട്, ഇറച്ചിയിൽ മാത്രം. ഇതിനകത്ത് നമ്മൾ ചെയ്യുന്നത്
ഒരു വിസിലും കൂടി നമുക്ക് അടിക്കണം. കുറച്ച് ഇഞ്ചി ഇടാം, ഒരു നുള്ളി ഇഞ്ചി ഇടാം, കുറച്ച് വെളുത്തുള്ളി ഇടാം. ഈ തക്കാളി കുരുകുരാന്ന് അരിഞ്ഞു വെച്ചാൽ ഈ തക്കാളി അങ്ങോട്ട് ഇട്ടേക്കുക. തക്കാളി, പിന്നെ പച്ചമുളക് കുറച്ചിട്ടേക്കുക. പിന്നെ ഇതിനകത്ത് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഈ മിക്സ് ഉണ്ട്, ഒരു കറുവപ്പട്ടയൊക്കെ വെച്ച് കുറച്ച് പൊടിച്ച് വെച്ച് ഇതൊരു നുള്ള് ഇതിലേക്ക് ഇട്ടേക്കാം. ഒരു നുള്ള് ഇട്ടാൽ മതി. പിന്നെ നമ്മൾ ഇടുന്നത് ഈ ഉരുളൻകിഴങ്ങ് ഇട്ടേക്കുക. പിന്നെ സവാള ഇട്ടേക്കുക. ഇത്രയും ഇട്ടിട്ട് ഇത്രയും ഇട്ട ശേഷം ജസ്റ്റ് ഒന്ന് ഇളക്കുക. ഇളക്കി നമുക്കൊരു വിസിലും കൂടി വരണം. കണ്ടോ, ഒരു വിസിലും കൂടി വരണം. ഓക്കെ, ആ ഉരുളൻകിഴങ്ങൊന്ന് ഇത് വേകാൻ വേണ്ടിയിട്ട്, ഉരുളൻകിഴങ്ങും ഇഞ്ചിയും ഇതൊക്കെ കുറച്ച് മിക്സൊക്കെ ഇട്ടല്ലോ, അതൊക്കെ ഒന്ന് വെന്ത് ഒന്ന് പാകാവാൻ വേണ്ടിയിട്ട് നമുക്കൊരു വിസിലും കൂടി. അപ്പോൾ നമ്മൾ ഒരു ഇതൊക്കെ ഇട്ട ശേഷം, ഈ ഉരുളൻകിഴങ്ങെല്ലാം ഇട്ട ശേഷം നമ്മളൊരു വിസിലും കൂടി അടിച്ചു. ഒരു വിസിലും കൂടി അടിച്ചിട്ട് നമ്മൾ മാറ്റി വയ്ക്കണം. ഇവിടെ മാറ്റി വയ്ക്കണം. ഇനി നമ്മൾ ഇതിൻ്റെ ഒരു ഇതെടുത്തു, പാത്രം എടുത്തിട്ട് ഇനി നമ്മൾ ഇതിന് വേണ്ടിയിട്ടുള്ള മൂപ്പ് സാധനങ്ങളൊക്കെ ഉണ്ടാക്കുകയാണ്. നമ്മൾ മൂപ്പ് സാധനം ഉണ്ടാക്കുമ്പോൾ ആദ്യം തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. ഇതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മുടെ ഈ തേങ്ങക്കൊത്ത് അത് നമ്മൾ ഇടുകയാണ്. നമ്മൾ നേരത്തെ റെഡിയാക്കി തേങ്ങക്കൊത്ത് ഇടുകയാണ്. അതൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇതൊക്കെ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതൊക്കെ കണ്ടുപഠിച്ച ഈ ആൺകുട്ടികൾക്ക്, ആണുങ്ങൾക്ക് അതിജീവിക്കാം. പെണ്ണുങ്ങളോട് ആശ്രയിക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പെണ്ണുങ്ങളൊക്കെ ഓരോ പണിക്ക് പോയി. അപ്പോൾ പിന്നെ പണിക്ക് പോകുന്ന പുറത്ത് ജോലിക്ക് പോകുന്ന പെണ്ണുങ്ങളുണ്ടെങ്കിൽ അവർക്കൊക്കെ ഇതൊക്കെ ചെയ്യാൻ തന്നെ വലിയ അധ്വാനമുള്ള കാര്യമാണ്. ഒന്നാമത് ഇപ്പോൾ ഈ പെണ്ണുങ്ങളുടെ ഇടയിൽ അധ്വാനശീലം, അടുക്കളപ്പണി എന്ന് പറയുന്ന ഒരു പ്രക്രിയ അവർക്ക് വളരെ കുറവാണ്. അപ്പോൾ അവരോടൊക്കെ ചെന്ന് അതുണ്ടാക്കി താടി ഇതുണ്ടാക്കി താടി എന്നും പറയാതെ നമ്മൾ തന്നെ അവിടെ ചെയ്യുക. നമ്മൾ ചെയ്തില്ലെങ്കിൽ നമ്മൾ ഒരു തേങ്ങക്കൊത്ത് മൊരിഞ്ഞ് അതിൻ്റെ മണം വരണം. അപ്പം ഈ അത് കഴിഞ്ഞാൽ ഇതിലേക്ക് കുറച്ച് ഇഞ്ചി ഇടുക, വെളുത്തുള്ളി ഇട്ടേക്കുക, മുളക് ഇട്ടേക്കുക. നമ്മൾ നേരത്തെ അരിഞ്ഞെടുത്ത കുഞ്ഞുള്ളി അത് കരുവുരാന്ന് അരിഞ്ഞിട്ടുണ്ട്, അതും അങ്ങോട്ട് ഇട്ടേക്കുക. ഇതൊന്ന് മൊരിഞ്ഞ് വരുന്ന വരെ വെയിറ്റ് ചെയ്യുക. ഇതൊന്ന് മൊരിഞ്ഞ് വരുന്നവരെ വെയിറ്റ് ചെയ്യുക. ഇത് നമ്മൾ ചെയ്താൽ മതി, ഒരു കുഴപ്പമില്ല. അറിയാലോ, നാരികൾ വിശ്വവിപത്തി നാരായ വേരുകൾ നരകീയാഗ്നികൾ എന്നാണ് ചെങ്ങമ്പുഴ പാടിയിരിക്കുന്നത്. ഈ നരകീയാഗ്നികളുടെ അടുത്ത് ഭക്ഷണം ഉണ്ടാക്കി, ഇറച്ചി ഉണ്ടാക്കി, മീൻ ഉണ്ടാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് ബഹളം ഉണ്ടാക്കി നേടൂല മക്കളെ. അപ്പോൾ ഇപ്പോൾ പെണ്ണുങ്ങളുടെ കാലമാണ്. അപ്പോൾ അവർക്ക്
ഒരാൾ അടുക്കളയിൽ വേണം. പെണ്ണുങ്ങൾ അടുക്കളയിൽ നിന്ന് ഇറങ്ങിപ്പോയി, അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് പോയി കഴിഞ്ഞു. ഇനിയിപ്പോൾ ആണുങ്ങളായ നമ്മൾ തന്നെ അടുക്കളയിൽ കയറി നിന്നാൽ നമുക്ക് ഈ ഉദരത്തിന് രോഗം വരാതെ ഇറച്ചിയൊക്കെ നല്ലതുപോലെ കഴുകണം. ഇതൊന്നും പുറത്തുനിന്ന് ആരും ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ ആരും കഴുകുമൊന്നുമില്ല. അവിടെ നല്ല നീറ്റായിട്ട് കഴുകിയെടുക്കണം ഇറച്ചിയൊക്കെ. പിന്നെന്ന് പറഞ്ഞെങ്കിൽ നമുക്കറിയാം ഈ ഇറച്ചിക്ക് കിലോ 500 രൂപ വില. ഈ 500 രൂപ വില കൊടുക്കുമ്പോൾ തന്നെ അവർ എന്തായാലും കൃത്രിമം ചെയ്യും. അവർ ഈ തുരിശ് കലക്കി കൊടുക്കുന്ന പറയുന്നത്, തുരിശ് ഈ തുരിശ് കലക്കി കൊടുത്തിട്ടാണ് പിന്നെ പിറ്റേ ദിവസം അറക്കുന്നതെങ്കിൽ ഇറച്ചിയിൽ ആ രക്തം കട്ട പിടിച്ച് നിൽക്കുന്ന പറയുന്നത്, തൂക്കം കൂടും. അതുകൊണ്ട് തന്നെ ഈ മൃഗങ്ങൾക്ക് ഇത്തരം ആപൽക്കരമായിട്ടുള്ള കെമിക്കൽസ് എല്ലാം കലക്കി കൊടുത്തിട്ടൊക്കെയാണ് ഓരോരുത്തർ ഇറച്ചി ഉണ്ടാക്കുന്നത്. അറക്കുന്നതിന് പകരം ഈ മൃഗത്തിൻ്റെ തലയിൽ അടിച്ച് കൊലപ്പെടുത്തിയിട്ടൊക്കെയാണ് ഇറച്ചി ഉണ്ടാക്കുന്നത്. അപ്പോൾ അങ്ങനെ അറുത്ത് ചോര പോകൂല. ഈ തലക്കടിച്ച് കൊലപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, എന്തൊരു ചുറ്റിക്ക് ഉളിയൊക്കെ വെച്ചിട്ട് തലക്കടിച്ച് കൊലപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഈ ബ്ലഡ് അതിൽ തന്നെ ഇറച്ചി തന്നെ കോട്ട് ചെയ്ത് നിൽക്കും. അപ്പോൾ ഇറച്ചിക്ക് തൂക്കം കൂടും. ഇങ്ങനെയൊക്കെയാണ് കള്ളക്കച്ചവടക്കാർ, എല്ലാ കച്ചവടക്കാരും ഇല്ല, കള്ളക്കച്ചവടക്കാർ ഇറച്ചി ഉണ്ടാക്കുന്നത്. അപ്പം ഇത് നോക്കിയും കണ്ടും നിൽക്കുക. ഒന്ന് ഓർക്കുക, കരുണത്തിൻ്റെ ഒരു പ്രശ്നമാണത്. ഇത് ഇന്ത്യയിൽ തന്നെ ഒരു ദിവസം ശരാശരി എത്ര 8,000 to 9,200-300 മൃഗങ്ങളെയാണ് ഒരു ദിവസം ഇറച്ചിക്കായിട്ട് കൊല ചെയ്യപ്പെടുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കും. അപ്പം അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഇതിൻ്റെയൊക്കെ ഉപയോഗം ഇത്തിരി കുറച്ച് അത്രയും നല്ലത്. സാർവത്രികമായിട്ട് ഇതെല്ലാവരും ഒറ്റ ശ്വാസത്തിൽ ഈ മൃഗത്തിൻ്റെ ഇറച്ചി കുറച്ച് കഴിഞ്ഞാൽ, അതിൻ്റെ ഉപയോഗം കുറച്ചാൽ നമുക്ക് തന്നെ നമ്മുടെ ആരോഗ്യ സംരക്ഷണം. പക്ഷേ ഇതിൻ്റെ ന്യൂട്രീഷ്യൽ വാല്യൂ കണക്കിലെടുത്തുകൊണ്ട് വല്ലപ്പോഴൊക്കെ കഴിക്കുക. ഇതിങ്ങനെ മൊരിഞ്ഞ് വരണം. അപ്പോൾ നമ്മൾ തന്നെ ഉണ്ടാക്കുക. ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില ഇടണം. കറിവേപ്പില ഇട്ടിട്ട് ഇതൊന്ന് ഇതായിട്ട് വരണം. ഇതിലേക്ക് നമ്മൾ കുറച്ച് ഗരം മസാല ഇടുക. ഒരു സ്പൂൺ പോരാ, 1/2 കിലോ ഇറച്ചിയാണ് എടുത്തിരിക്കുന്നത്. ഒരു 2 സ്പൂൺ ഗരം മസാല ഇടുക. ചെറിയ സ്പൂണാണ്, 2 സ്പൂൺ ഗരം മസാല ഇടുക. അപ്പോഴേക്കും ഇറച്ചി ആയിട്ടുണ്ട്. ഞാൻ മല്ലിപ്പൊടി ഇടുക. 1 സ്പൂൺ മല്ലിപ്പൊടി ഇട്ടു. പിന്നെ മഞ്ഞൾ പൊടി ഇതിലേക്കിട്ടു. ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു. പിന്നെ മുളക് ഒരു 1/2 സ്പൂൺ ഇട്ടു. 1/4 സ്പൂൺ മുളക് ഇടുന്നു. സാധാരണ മുളക് ഒരു സ്പൂൺ ഇട്ടുന്നു. എന്നിട്ട് ഇവനൊന്ന് മസാല ഒന്ന് ഇതിന് പച്ചമണം പോകാൻ കണ്ടോ, ഈ ഒരു പാകത്തിനാക്കി എടുക്കുക. എന്നിട്ട് വഴറ്റിയെടുത്തിട്ട് നമ്മൾ ഈ റെഡി ആയിട്ടുള്ളത് കണ്ട, ഓക്കെ കണ്ട, ഈ ഇറച്ചി എടുത്തിട്ട് ഇതിലേക്കാണ് ഇടുക. എന്നിട്ട് അങ്ങോട്ട് വേവിക്കുക. അടച്ചു വയ്ക്കുക.
വേവിക്കാം. ഈ ഇതിൻ്റെ ഗ്രേവിയൊക്കെ ഒന്ന് കുറുകുന്നത് വരെ, കുറച്ചൊന്ന് കുറുകുന്നത് വരെ ഒന്ന് വേവിക്കുക. ഇറച്ചിക്കറി ഞാൻ ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണ്, സാധാരണയായിട്ട് ഞാൻ ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണ്. ഒരുപാട് പല വിധത്തിൽ ഇറച്ചിക്കറി ഉണ്ടാക്കാം. ഞാൻ വളരെ ലളിതമായിട്ട്, നമ്മൾ ആണുങ്ങൾക്ക് സമയത്തിൻ്റെ കുറവുണ്ട്, ക്ഷമയുടെ കുറവുണ്ട്, അപ്പോൾ അതിനനുസരിച്ച് ഉള്ള എളുപ്പ വിദ്യയിൽ ഒപ്പിച്ചു കൂട്ടിയാണ് ഞാൻ ഇറച്ചിക്കറി ഉണ്ടാക്കുന്നത്. ഇത് നല്ലോണം വേവുന്ന വരെ നോക്കിക്കുക. നല്ലൊന്ന് ചാറൊക്കെ ഒന്ന് കുറുകണം, അപ്പോഴെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് അതിൻ്റെ ഒപ്റ്റിമം ലെവലിലേക്ക് എത്തുള്ളൂ. വീണ്ടും പറയുകയാണ്, ഈ ഇറച്ചി അതിൻ്റെ ഉപയോഗം വളരെയധികം കുറയ്ക്കുന്നതാണ് നമ്മുടെ ആരോഗ്യത്തിന് നല്ലത്. ഇത് അത്ര ഇതിൻ്റെയൊക്കെ ന്യൂട്രീഷൻ വാല്യൂ മുൻനിർത്തിയിട്ടാണ് ഇത് അത്ര ഒഴിവാക്കാൻ പറ്റാത്തൊരു വിഭവമായിട്ട് നമ്മളെല്ലാവരും ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് ഇങ്ങനെയാണ് ഇതിൻ്റെ കഥകൾ. ബീഫ് കറി ഏറെക്കുറെ ആയിട്ടുണ്ട്. കണ്ടാ നല്ലപോലെ കുറുകിയിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം. നല്ലപോലെ കുറുകിയിട്ടുണ്ട്. കണ്ടാ ഇറച്ചിക്കറിയുടേതായ ഒരു ടേസ്റ്റ് വന്നിട്ടുണ്ട്, നല്ല വെന്തിട്ടുണ്ട്, നല്ല ഇതായിട്ടുണ്ട്. ഇത് ഗ്യാസ് ഓഫ് ചെയ്യുക, മാറ്റാം. സർവിങ് ഡിഷിലേക്ക് മാറ്റുക. ഇങ്ങനെയാണ് ഞാൻ ഇറച്ചിക്കറി ഉണ്ടാക്കുന്നത്. ഇത് 1/2 കിലോ ഇറച്ചിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്കിത് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. ഇങ്ങനെയാണ് ഞാൻ ഇറച്ചിക്കറി ഉണ്ടാക്കുന്നത്. 1/2 കിലോ ഇറച്ചിയാണത്. കഴിക്കുമ്പോൾ ഒരാഴ്ച നമ്മൾ അധ്വാനശീലത കുറഞ്ഞ ആൾക്കാരാണ് നമ്മളെല്ലാവരും. ഒരു 90 ഗ്രാം മുതൽ ഒരു 200 ഗ്രാം വരെ പരമാവധി കഴിക്കും. അത് വിട്ട് കഴിച്ചു കഴിഞ്ഞാൽ ശരീരത്തിന് കേടാണ്. അതും മനസ്സിലാക്കുക. നന്ദി, നമസ്കാരം.